ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു വെറൈറ്റി ഇനം മാവാണ്. ഈ മാവിൻ്റെ പേരാണ് പയറി. നമ്മളധികം ഒന്നും നമ്മുടെ ഭാഗത്തൊന്നും അധികം ഇല്ലാത്തൊരു സൈസ് മാവാണ്. ഞാനിത് നട്ടിട്ട് ഏകദേശം ഒരു 6-7 വർഷമായി. 6-7 വർഷമായെങ്കിൽ ഇതുവരെ അത് കായ്ച്ചിട്ടില്ലായിരുന്നു. എന്നാൽ ഈ വർഷം അത് ഒരുവിധം പൂവിട്ട് കുറച്ചൊക്കെ പൂവിട്ട് കായ്ക്കാൻ തുടങ്ങി. അപ്പോൾ ഒരു വ്യത്യസ്തമായ ഒരു മാങ്ങയാണ് ഈ കാണുന്ന പയറി. ഞാൻ ഇതുവരെ ഇത് കഴിച്ചിട്ടില്ല. എന്നാലും അതിനൊരു വളരെ നല്ല ഒരു ആകാര ഭംഗിയുണ്ട്. കാണാനായിട്ട് നല്ല ഒരു ഭംഗിയുള്ളൊരു മാങ്ങയാണ്. ഇത് നല്ല ടേസ്റ്റുള്ള മാങ്ങയാണെന്നും കൂടെ പറയപ്പെടുന്നു. അതിനെപ്പറ്റി എനിക്ക് കൃത്യമായിട്ട് അറിയില്ല, ഞാൻ കഴിക്കാത്തതുകൊണ്ട്. എങ്കിലും ഇത് കാണുമ്പോൾ മനസ്സിലാകുന്നത് ഇത് വളരെ നല്ല ഒരു ഇനം മാവാണെന്ന് തന്നെയാണ്. ഇതിൻ്റെ മാങ്ങ ഒരു നീളം കൂടിയ ഒരു സൈസ് മാങ്ങയാണ്. ഇതിൽ 2-3 മാങ്ങ വെച്ച് ഒരു പൂക്കൊലയിലുണ്ടായി എങ്കിലും അത് ഒന്നും എല്ലാം തന്നെ ഇത് പിടിച്ച് കിട്ടിയിട്ടില്ല. ഏകദേശം 1 അല്ലെങ്കിൽ 2 മാങ്ങ മാത്രമേ പിടിച്ചിട്ടുള്ളൂ. ഇപ്പോൾ പുതിയതായിട്ട് പൂക്കൊല ഉണ്ടാകുന്നുണ്ട്. അതിൽ ഇതേപോലെ മാങ്ങ ഉണ്ടാകുന്നുണ്ട്. എങ്കിലും അതും കൊഴിഞ്ഞു പോകാനാണ് സാധ്യത. മാത്രമല്ല, ഇപ്പോൾ പിടിക്കുന്ന മാങ്ങ എന്ന് പറഞ്ഞാൽ മഴക്കാലം ആകുമ്പോഴേക്ക് അത് പഴുത്ത് പാകമാകുകയുള്ളൂ. അപ്പോൾ അത് നല്ല രീതിയിൽ നമുക്ക് ലഭിക്കുകയില്ല. ഇത് ഞാൻ അന്വേഷിച്ചപ്പോൾ മനസ്സിലായൊരു കാര്യം, ഈ മാവിൽ നിന്ന് പഴുത്തണ്ടയിൽ അതിൽ പുഴു ഉണ്ടാകും എന്നുള്ളതാണ്. ഞാൻ ഇതിനെപ്പറ്റി, ഈ പയറി ഇനത്തെപ്പറ്റി ഞാൻ ഒരാളോട് ചോദിച്ചപ്പോൾ പറഞ്ഞതാണ്, അത് പറിച്ച് വെച്ച് പഴുപ്പിക്കണം എന്നാണ് പറഞ്ഞത്. ഇപ്പോൾ ആ പുതിയ പൂങ്കുല ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ പറിച്ച് വെച്ച് പഴുപ്പിക്കണം എന്നാണ് പറയുന്നത്. പറിച്ച് വെച്ച് പഴുപ്പിച്ചാൽ ഇത് വളരെ നല്ല ടേസ്റ്റുള്ള മാങ്ങയാണ് എന്നാണ് പറഞ്ഞത്. ഇതിൻ്റെ മാങ്ങയണ്ടി വളരെ ചെറുതാണ്. അതുമാത്രമല്ല, ഇത് നല്ല മധുരവുമുണ്ട്. പഴുത്താൽ കുറച്ച് അധികം ദിവസം അത് നീണ്ട് നമുക്ക് ചീഞ്ഞു പോകാതെ കിട്ടും എന്നതും ഈ മാവിൻ്റെ പ്രത്യേകതയായിട്ട് പറയപ്പെടുന്നുണ്ട്. എന്തായാലും ഇത് വെച്ചിട്ട് കുറച്ച് നാളായി എങ്കിലും ഇപ്പോൾ ഇത് കായ്ക്കാൻ തുടങ്ങിയപ്പോൾ എനിക്ക് അത് വളരെയധികം സന്തോഷമായിട്ടുണ്ട്. ഇതിൻ്റെ റിസൾട്ട് ഈ മാങ്ങ പഴുപ്പിച്ച് പാകമായി അത് കഴിച്ച ശേഷം മാത്രമേ നമുക്കത് കൃത്യമായിട്ട് പറയാൻ പറ്റുള്ളൂ. അന്നേരം ഞാനതിനെപ്പറ്റി ഒരു വീഡിയോ ഇടുന്നുണ്ട്. പിന്നെ ഇതിന് ഞാൻ ഈ പ്രാവശ്യം കുറച്ച് ചാണകമൊക്കെ ഇട്ട് കൊടുത്തായിരുന്നു. ഇതിൻ്റെ ചുവട് പുല്ലൊക്കെ ചെത്തിക്കൂട്ടി, ചാണകം ഇട്ടിട്ട് അതിൻ്റെ പുല്ലൊക്കെ കൂട്ടി ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഈ മാവായാലും എന്ത് വൃക്ഷമാണെങ്കിലും നമ്മളതിനെ പരിചരിച്ചാൽ മാത്രമേ അത് നമുക്ക് വിളവ് തരുകയുള്ളെന്നാണ് ഇതിന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം. വെറുതെ ഐഡിയലായിട്ട് നിന്നാൽ അത് പൂക്കാൻ വളരെ സാധ്യത കുറവാണ്. ഏത് മരമാണെങ്കിലും, നമുക്ക് തെങ്ങാണെങ്കിലും കവുങ്ങാണെങ്കിലും എന്തായാലും വീടിനടുത്ത് നിൽക്കുന്ന വൃക്ഷങ്ങൾ കൂടുതൽ കായ്ക്കുന്നത് അതിൻ്റെ പരിചരണം, അത് ആ മാവിന് ആ വൃക്ഷത്തിന് അതിൻ്റെ പരിചരണം അത് ഫീൽ ചെയ്യുന്നതുകൊണ്ടാണ്. അത് വൃക്ഷമാണെങ്കിലും അത് ജീവനുള്ള ഒരു സാധനമാണ്. അപ്പോൾ ആ പരിചരണം ഫീൽ ചെയ്യുന്നതുകൊണ്ടാണ് അത് നമുക്ക് നല്ലൊരു കായ്ഫലം തരുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. കൂടുതൽ വിശേഷങ്ങളുമായിട്ട് വീണ്ടും വരാം.